വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിനോദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനോദ്, ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുമ്പോൾ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും. കാരണം പ്രതികൾ ഓരോന്നായി പുറത്തിറങ്ങുന്നു, സർക്കാർ ഒത്തുകളിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു, SIT അട്ടിമറിക്കുന്നു. ഇങ്ങനെ ആക്ഷേപം പ്രതിപക്ഷം അല്പസമയം മുമ്പ് നിയമസഭയിൽ ഉന്നയിച്ചതാണ്. പ്രതിപക്ഷം സ്വർണ്ണക്കൊള്ള ഒരു പ്രധാന ആയുധമായി സ്വീകരിക്കുകയും ചെയ്തതാണ്. ഇതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത്. അപ്പോൾ പ്രതിപക്ഷം അന്വേഷണത്തിൻ്റെ പിഴവ് അതുമൂലം പുറത്തിറങ്ങുന്നു എന്ന വാദം ഉന്നയിച്ചുള്ള രാഷ്ട്രീയ നീക്കം നടത്താൻ, ഒന്നുകൂടി ശക്തമാക്കുന്ന നീക്കം നടത്താനുള്ള ഇടവയ്ക്കുന്നതാവില്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യം? അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ചർച്ചകളും എങ്ങനെയായിരിക്കും? TG, ഉറപ്പായും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കോലാഹലത്തിന് വഴിവെക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് SIT എന്ത് നടപടി ഇതിൽ സ്വീകരിച്ചു, കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ എന്തുകൊണ്ട് വീഴ്ച സംഭവിച്ചു, 90 ദിവസമായിട്ടും ഭാഗികമായ കുറ്റപത്രം പോലും നൽകുന്നതിന് SITക്ക് കഴിഞ്ഞില്ല. ഈ ഒരു നടപടി തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുക. സർക്കാരിനെ സംബന്ധിച്ച് അവിടെ വലിയ ആശ്വാസമായി ഉള്ളത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നടത്തിയ പരാമർശമാണ്. ഹൈക്കോടതി പറഞ്ഞത് CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. നേരത്തെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ സമീപിച്ചിരുന്നത്. പക്ഷേ ഹൈക്കോടതിയുടെ പരാമർശം കഴിഞ്ഞ ദിവസം ഉണ്ടായത് CBI അന്വേഷണം ആവശ്യമില്ല, SIT അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു എന്ന ഒരു വിലയിരുത്തലും നിരീക്ഷണവുമാണ് ഉണ്ടായത്. മാത്രമല്ല, ഈ CBI അന്വേഷണം എന്ന ആവശ്യത്തെ ഹൈക്കോടതി തള്ളിക്കളയുകയും ചെയ്തു. സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയൊരു പിടിവള്ളിയാണ്. സാധാരണഗതിയിൽ പലപ്പോഴും കോടതി പരാമർശങ്ങളൊക്കെ സർക്കാരിനെ വെട്ടിലാക്കിയതായിരുന്നു. നേരത്തെ SITയുടെ അന്വേഷണത്തിൽ ഗുരുതരമായ പരാമർശങ്ങൾ, SITക്കെതിരെയുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്തുകൊണ്ട് വൻ തോക്കുകൾ രക്ഷപ്പെടുന്നു, വലിയ സ്രാവുകളെ എന്തുകൊണ്ട് പിടികൂടുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ഈ ചോദ്യങ്ങൾ ഉണ്ടാകുന്നതിന് പുറമെ അറസ്റ്റുകൾ ഒന്നിന് പിറകെ ഒന്നായി SITയുടെ ഭാഗത്തു നിന്ന് നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ നിരവധി അറസ്റ്റുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായെങ്കിൽ പോലും 90 ദിവസമാകുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാന വെല്ലുവിളിയായി മാറിയത്. മാത്രമല്ല, ഒരു ഭാഗികമായ കുറ്റപത്രമെങ്കിലും SITക്ക് സമർപ്പിക്കാൻ കഴിയുമായിരുന്നു. കാരണം സ്വർണ്ണക്കൊള്ള എന്നത് സംബന്ധിച്ച കാര്യം വ്യക്തമാണ്. മഹസറിൽ തിരുത്തൽ വരുത്തിയത്, പാളികൾ കൊണ്ടുപോയത്, അവിടെ ദേവസ്വം മാനുവൽ മറികടന്നത്, കൊണ്ടുപോയപ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ അതൊന്നും തന്നെ സ്പെഷ്യൽ കമ്മീഷണർ ഉൾപ്പെടെ അറിയിക്കാതെ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയത്, അത് ഉരുക്കി മാറ്റി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി. ആദ്യം സ്ഥാപിച്ച പാളികളല്ല പിന്നീട് തിരികെ വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ SITക്ക് മുന്നിൽ വന്നൊരു കാര്യം VSSയുമായി ബന്ധപ്പെട്ട പരിശോധനകളാണ്. അവിടെ VSSC പരിശോധനയിൽ ഈ ചെമ്പ് തകിടുകൾ മാറിയോ എന്നതിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. വീണ്ടും പരിശോധന നടത്താനുള്ള ഒരുക്കത്തിലാണ്. അവിടെ SITയെ സംബന്ധിച്ച് സർക്കാരിന് ഒരുപക്ഷെ പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതയുള്ള ഒരു ആരോപണം, സർക്കാരിനെ സംബന്ധിച്ച് VSSC നടത്തിയ പരിശോധന അതിൽ കാര്യങ്ങൾ കൃത്യമായി വരാത്തത് കൊണ്ട് തന്നെ SIT അതൊരു പിടിവള്ളിയാക്കുന്നു. അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് പ്രതിസന്ധിയുണ്ട്. ശാസ്ത്രീയ പരിശോധനാ ഫലം കൃത്യമായി ലഭിക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും പരിശോധന നടത്തണമെന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ കുറ്റപത്രം വൈകി എന്ന ഒരു ന്യായവാദമൊക്കെ മുന്നോട്ട് വയ്ക്കാൻ SITക്ക് കഴിയുന്നൊരു സ്ഥിതിയുണ്ട്. അവിടെയാണ് പ്രതിപക്ഷം കോടതി പരാമർശങ്ങൾക്കപ്പുറത്തേക്ക് ഈ പ്രക്ഷോഭം സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അവിടെ കോടതി നടത്തുന്ന പരാമർശം അല്ലെങ്കിൽ SIT അന്വേഷണത്തിൽ തൃപ്തികരമാണ് കോടതിയുടെ നിലപാട് എന്ന് പറയുമ്പോഴും ആ നിലപാട് മുഖവിലയ്ക്കെടുക്കാതെ അതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന സമരത്തെക്കാൾ കൂടുതൽ ശക്തമായി ഇത് ഉന്നയിക്കുക എന്ന നിലയിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ തന്നെ സഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉയർത്തുന്ന സാഹചര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് സഭയിൽ ഇന്ന് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം, അതിനെ ചെറുക്കാൻ ഭരണപക്ഷം പ്ലക്കാർഡുകളും ബാനറുകളുമായി സഭയ്ക്ക് പുറത്തേക്ക് വരുന്നു. ഒരു പ്രതിപക്ഷത്തിൻ്റെ സ്വഭാവത്തിലേക്ക് തന്നെ ഭരണപക്ഷം മാറുന്ന സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാം വിനോദ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ SIT അന്വേഷണത്തെ അട്ടിമറിക്കുന്നു എന്ന രാഷ്ട്രീയ ആക്ഷേപത്തിനപ്പുറം SITയുടെ വാദങ്ങൾ നല്ലൊരു അളവിൽ കോടതി ശരിവെച്ചതാണല്ലോ. അതായത് എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന ചോദ്യത്തിന് ഉത്തരം അവർക്ക് ഉണ്ടാവുന്ന ചില ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ വൈകൽ. ഉദാഹരണം, നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ സയൻറ്റിഫിക് സ്റ്റഡി അവിടെ നടത്തി, VSSC നടത്തിയ സ്റ്റഡിയിൽ തിരിച്ച അതേ പാളികൾ തന്നെ തിരികെ എത്തിച്ചു. അതായത് SITയുടെ ആദ്യ കണ്ടെത്തലിന് നേരെ ഘടകവിരുദ്ധമായ ചില കണ്ടെത്തൽ VSSC നടത്തി. അതൊരു വെല്ലുവിളിയായി. അതേസമയം സ്വർണ്ണമോഷണം ഉണ്ടായെന്ന കാര്യം VSSCയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ആ പഴുതുകൾ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്, അതാണ് കുറ്റപത്രം വൈകൽ. ഇതാണല്ലോ SITയുടെ വാദം. ഈ വാദം യഥാർത്ഥത്തിൽ കോടതി അംഗീകരിക്കപ്പെട്ടതാണോ കോടതിക്ക് മുന്നിൽ?
ഈ കുറ്റപത്രം സമർപ്പിക്കപ്പെടാതെ പോകുന്നത് അത് ഓരോ കേസുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പ്രമാദമായ കേസുകളിൽ പോലും കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിയ ചരിത്രമുണ്ട്. അങ്ങനെ സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത് ഒരു ക്രിമിനൽ കേസ് എന്നതിനപ്പുറത്തേക്ക് വൈകാരികമായി തന്നെ വിശ്വാസികൾ ഏറ്റെടുത്ത ഒരു വിഷയമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്ത വിഷയമാണ്. തിരഞ്ഞെടുപ്പ് വിഷയമായി ഉയർന്നു വന്നതാണ്. അയ്യപ്പ സംഗമം പോലുള്ള ബദൽ നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകേണ്ടി വരുമ്പോൾ, അതായത് സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങാതെ നിൽക്കുമ്പോൾ, അങ്ങനെ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇടുത്തി പോലെയാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അതുണ്ടാക്കിയ കോലാഹലം ചെറുതല്ല. കഴിഞ്ഞ മന്ത്രിസഭയിലെ അംഗങ്ങൾക്കെതിരെ ഉൾപ്പെടെ ഈ ആക്ഷേപം ഉയർന്നു വരുന്നു. ഇപ്പോഴത്തെ മന്ത്രിസഭയിലെയും കഴിഞ്ഞ ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെയും തൊട്ടു മുമ്പുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെയും അംഗങ്ങൾക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ ഒരു വശത്ത് ഉയർന്നു വരുന്നു. അവിടെയാണ് VSSയുടെ പരിശോധന. ആ പരിശോധനാ ഫലം ഇവിടെ കൃത്യമായി അന്വേഷണ സംഘത്തിനൊരു വാദമായി നിരത്താൻ കഴിയുന്ന കാര്യം തന്നെയാണ്. കാരണം തങ്ങളുടെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി അവിടെ അന്വേഷണ സംഘത്തിന് മാത്രം മാനുഷികമായി ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. കാരണം ഇതിൽ ശാസ്ത്രീയ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അവിടെയാണ് ആ ചെമ്പപാളികൾ മാറിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടാകാത്തത്. ആദ്യഘട്ട പരിശോധന VSSയിൽ പൂർത്തിയാകുമ്പോൾ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പരിശോധനകൾ നടത്താനുള്ള തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. ആ പരിശോധനാ ഫലങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഇനി ഇത് EDയുടെ പരിധിയിലാണ്. ED അന്വേഷണം നടത്തിയാലും ഒരുപക്ഷേ ഒരു കേന്ദ്ര സംവിധാനമാണ് VSS എന്നത്. EDക്ക് മുന്നിലും CBIക്ക് മുന്നിലും മറ്റൊരു ഏജൻസിയിൽ നൽകി ഇതിൻ്റെ ശാസ്ത്രീയ പരിശോധന നടത്താൻ കഴിയുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇതിനെ കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിൽ മറ്റൊരു സംവിധാനമുണ്ടോ ഈ ശാസ്ത്രീയ പരിശോധന നടത്താൻ? അങ്ങനെയെങ്കിൽ മാത്രമേ അവർക്ക് അങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ കഴിയൂ. പക്ഷേ സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഇന്നും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവർ നിക്ഷേപം നടത്തിയ ബാങ്കുണ്ട്. ആ ബാങ്ക് പൊളിയുകയും 2.5 കോടി രൂപ നഷ്ടമായതിൽ രാജീവർ ഒരു പരാതി ഉന്നയിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. ആ ബാങ്കിൻ്റെ ഉടമയുടെ ഇപ്പോഴത്തെ സ്ഥാപനങ്ങളിലും വീട്ടിലുമടക്കം ഇന്ന് EDയുടെ പരിശോധന നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിലെ സാമ്പത്തിക വശങ്ങൾ ഒരു വശത്ത് പരിശോധിക്കാൻ കഴിയും. അതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ അവിടെയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷനും അപ്പുറത്തേക്ക് ഈ സ്വർണം എവിടേക്ക് പോയി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല. അവിടെ ചെന്നൈയിലെ വ്യവസായി ഉൾപ്പെടെയുള്ള മണി ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്തെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്തെങ്കിലും, ബാലമുരുകൻ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ ചോദ്യം ചെയ്തെങ്കിലും ഈ സ്വർണം പോയ വഴിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. മാത്രമല്ല ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ പുറത്തെ മ്യൂസിയത്തിലേക്ക് പോയി അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാർ ഇത് കൈകാര്യം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതിന് ഉപോത്ബലകമായ, അല്ലെങ്കിൽ അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളോ മറ്റു വിശദാംശങ്ങളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നതിനോ ആ തരത്തിലുള്ള മൊഴികളോ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തികളിലേക്കോ അല്ലെങ്കിൽ സംവിധാനങ്ങളിലേക്കോ എത്തിപ്പെടാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ സംവിധാനങ്ങളില്ല. ഇതൊരു സ്വർണ്ണ കവർച്ച മാത്രമായി അവസാനിക്കുന്നൊരു കേസായി തീരും എന്ന കാര്യത്തിലേക്കാണ് അങ്ങനെയെങ്കിൽ ഇത് ചെന്നെത്തുക. അതായത് ഈ ചെമ്പുപാളികൾക്ക് മുകളിൽ പൊതിഞ്ഞിരുന്ന സ്വർണം അത് ഇളക്കി ഉരുക്കി മാറ്റി എന്നത് മാത്രമാകും ഈ കേസ്. അല്ലാതെ ശബരിമലയിലെ വസ്തുക്കൾ വിദേശത്തേക്ക് കടത്തി അങ്ങനെ ഒരു അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഇടപെടൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അപ്രസക്തമാകുന്ന നിലയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴത്തെ നിലയിലാണെങ്കിൽ. അതുകൊണ്ടാകാം ഈ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതെ പോയതും. അല്ലെങ്കിൽ ഈ കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുമ്പോൾ കേന്ദ്ര ഏജൻസി എന്ന നിലയിലേക്ക് കൂടുതൽ EDയുടെ അന്വേഷണം വരേണ്ടതുണ്ട്. ED ഇതിൻ്റെ സാമ്പത്തിക വശങ്ങൾ പരിശോധിക്കുകയും ഇതിലെ ക്രിമിനൽ ഗൂഢാലോചന എന്ന വാദം വീണ്ടും ഉയർത്തുകയും വീണ്ടും ഇത് കോടതിക്ക് മുന്നിലെത്തുകയും അവിടെ കോടതി മറിച്ചൊരു തീരുമാനമെടുത്ത് CBI അന്വേഷണത്തിലേക്ക് പോകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറും. ഏതായിരുന്നാലും ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഈ കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന നിലയാണ്. നേരത്തെ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചിരുന്നു, സുധീഷ് കുമാറിന് ജാമ്യം ലഭിച്ചിരുന്നു, ശ്രീകുമാറിന് ജാമ്യം ലഭിച്ചിരുന്നു, ബൈജു കോടതിയെ സമീപിച്ചിട്ടുണ്ട് ജാമ്യത്തിനായി. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും വിനോദ് സൂചിപ്പിച്ചതുപോലെയാണ് ശാസ്ത്രീയ പരിശോധന വൈകുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിനീഷ് കൂടി നമുക്ക് വിനീഷ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.